ആയിട്ട് എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വിലക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. എന്നോട് വിരോധം കാണിച്ചാലും 2 കൊച്ചുമക്കളോട് വിരോധം കാണിക്കരുതായിരുന്നു എന്ന് എനിക്കൊരു നമ്മളെ വിഷമം പറയാട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നബിദിനമായിട്ട് ജസ്ന സലീമിന് മാത്രം ഫുഡ് കൊടുത്തില്ല എന്ന വിഷമത്തോടെ അവൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അവളുടെ മഹല്ലുകാർ അവളെ ഒറ്റപ്പെടുത്തി, അവളെ മക്കൾക്ക് പോലും ഒരു തുള്ളി ചോറ് കൊടുത്തിട്ടില്ല എന്ന ഒരു വിഷമത്തോടു കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയെ പറ്റിയിട്ട് ഈ സഹോദരൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ആയിട്ട് എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വിലക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. എന്നോട് വിരോധം കാണിച്ചാലും 2 കൊച്ചുമക്കളോട് വിരോധം കാണിക്കരുതായിരുന്നു എന്ന് എനിക്കൊരു നമ്മളെ വിഷമം പറയാട്ടോ. അപ്പം നബിദിനത്തിനൊക്കെ എല്ലാ കുട്ടികളും റാലിയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുത്ത സമയത്തും എൻ്റെ മക്കൾക്ക് ഈ യോഗഭാഗ്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. വലിയ പെരുന്നാളിന്, അതിൻ്റെ മുമ്പത്തെ നോമ്പിന്, പെരുന്നാളിനൊക്കെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വീട്ടിലും എല്ലാവരും സാധനങ്ങൾ കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ മാത്രം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഞങ്ങൾ മനുഷ്യഗണത്തിൽ തന്നെ പെട്ടതാണ്. ഞാൻ തലേന്നൊരു തട്ട മൂരിയെന്ന് വെച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനല്ലാതെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തട്ട മൂരിയതാണ് വിഷയമെങ്കിൽ ഞാൻ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ടോ മതത്തെ കുറ്റം പറയാൻ വന്നിട്ടോ ഒന്നുമില്ല. ഞാൻ ഇന്നൊരു കാര്യം പ്രഖ്യാപിച്ചൊരു ദിവസവും കൂടിയാണ്. ജസ്ന സലീം ഇന്ന് വരെ അറിയപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള നിലയിലാണ്. എന്നോട് ഇനി ആരും മതം ചോദിക്കുന്നു, എനിക്ക് മതമില്ല. ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ വലിയൊരു പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് പ്രശസ്ത ചിത്രകാരിയായ നമ്മുടെ ജസ്ന സലീം. നബിദിനത്തിന്റെ ചോറ് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പരാതിയുമായിട്ട് പൊട്ടിക്കരഞ്ഞ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നും അതുപോലെ തന്നെ ഹൊലിയത്ത് അറുത്തിട്ട് കൊടുത്തില്ല, റംസാന്റെ കിറ്റ് കൊടുത്തില്ല, ആ വീട്ടിലുള്ള സകലമാന കുടുംബങ്ങൾക്കും കൊടുത്തപ്പോൾ ആ വീട്ടിൽ മാത്രം കയറാതെ അവർ പോയപ്പോൾ ജസ്നയ്ക്ക് സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു നോൾസ്റ്റാൾജിയ ഫീലാണ്. അത് തീർച്ചയായിട്ടും കിട്ടേണ്ടതായിരുന്നു, എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആ യുവതി ഇപ്പോൾ ലൈവിൽ വന്നിട്ട് അവരുടെ വിഷമം അവരുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ സഹോദരി കാട്ടിക്കുട്ടിയ തോന്നിവാസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, മാതാപിതാക്കൾ ചെയ്യുന്ന തോന്നിവാസത്തിന് അത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒന്നും അറിയാത്ത സാധുക്കളായ അവരുടെ മക്കളാണ്. ഈ ഒരു കാര്യത്തിലും അത് സത്യമാണ് എന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും അവിടെ നടക്കുന്ന നബിദിന റാലിയിലും ദഫ്മുട്ടിലും മദ്രസയിൽ പങ്കെടുക്കുന്ന പരിപാടികളും എല്ലാം പങ്കെടുത്തപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറയുന്നവരുടെ 2 മക്കൾക്ക് മാത്രം അങ്ങോട്ട് പോകാൻ പേടി. ആരും വിലക്കിയിട്ടല്ല കേട്ടോ, അങ്ങോട്ട് പോകാൻ പേടി. അവർ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ ആ ഉമ്മ കാരണം അല്ലെങ്കിൽ ആ അമ്മ കാരണം ആ കുട്ടികൾക്കുണ്ടായി. ഇതൊക്കെയാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു, എനിക്ക് മതമില്ല, തട്ടമില്ല, ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൈന്ദവ മതപ്രകാരം വളരെ സൗകര്യമായിട്ട് ആ സഹോദരിക്ക് ജീവിക്കാമായിരുന്നു. ആ സഹോദരി അതും ചെയ്തില്ല. അവർ പറയുന്നത് മുസ്ലിങ്ങളെ തെറി പറയുക, ഹിന്ദുക്കളെ പിന്തുണ വാങ്ങിയിട്ട് സോഷ്യൽ മീഡിയയുടെ റീച്ച് ഉണ്ടാക്കുക, അതിന് പ്രകാരം കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുക, അത് വിൽപ്പന നടത്തുക, അതിലൂടെ സെയിലുണ്ടാക്കുക, പൈസ സമ്പാദിക്കുക, ഈ ഒരു വിജയമായ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വമ്പിച്ച പരാജയമായി മാറിയിരിക്കുകയാണ്. കാരണം നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കിയ ശേഷം അവർക്കെതിരെ തിരിയുകയും അവർക്കെതിരെ വീഡിയോ ചെയ്യുകയും അവർക്കെതിരെ പ്രതികരിക്കുകയും എല്ലാം ചെയ്തു. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആരാണ്? ജസ്ന സലീം എന്ന് പറയുന്ന ആ യുവതി തന്നെയാണ് എന്നുള്ളതാണ് സാരാർത്ഥം. പിന്നെ എന്തുകൊണ്ട് മദ്രസയിൽ നിന്ന് ഈ സാധനം, ഈ ഒരു ഭക്ഷണം കിട്ടിയില്ല എന്ന് നിങ്ങൾ ആലോചിക്കും. ഈ ഒരു നബിദിനം നടക്കുന്ന വേളയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, എല്ലാവിധ മതജാതി വിഭാഗങ്ങൾക്കും റോഡിന്റെ സൈഡിൽ നിന്നിട്ടും ഹിന്ദുക്കൾക്കാവട്ടെ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കാവട്ടെ അതൊന്നും നോക്കാതെ എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ജസ്നയ്ക്ക് കൊടുക്കാത്തതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട്, ജസ്നയ്ക്ക് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ജസ്ന നാളെ വീഡിയോ ഇട്ടിട്ട് പറയും, എനിക്ക് മാത്രം തന്ന ചോറിൽ ഇറച്ചി കുറവാണ്, ചിലപ്പോൾ ഈ ഇറച്ചിക്ക് കളറ് കുറവാണ്,
ഇനി അല്ലെങ്കിൽ അരി ഇങ്ങനെയാണോ, സാധാരണ ഞങ്ങൾ വെക്കുന്ന ബിരിയാണിയുടെ അരിക്ക് നീളം കൂടുതലാണ്. ഇങ്ങനെ പല പരാതികളും പറഞ്ഞ് ചിലപ്പോൾ ആ സഹോദരി നാളെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആ മഹല്ല് നിവാസികൾ തീർച്ചയായിട്ടും ആ വീടിനെ മാത്രം മാറ്റി നിർത്തിയത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 100% ഞാൻ പറയുന്നു, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയ ഭവിഷ്യത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ സഹോദരി ചെയ്യുന്നതും ഇപ്പോൾ പറയുന്നതും നാളെ അവർ പറയില്ല, 100% അവർ തിരിച്ചു പറയും. അതാണ് അവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ഒന്ന് സബ് ചെയ്ത്, അതുപോലെ തന്നെ ഈ മാക്സിമം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കാണണം. കാരണം ഇതൊക്കെ ഒരുപാട് ആൾക്കാർ അറിയേണ്ട വീഡിയോ ആണ്. ഇത്തരത്തിൽപ്പെട്ട വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. ജീവിതത്തിൽ എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്തായിരിക്കണം നിങ്ങളെ ലൈഫ് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യം നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ ഒരു മതത്തിനെ ഇത്രപത്ത് തോന്നിവാസം പറഞ്ഞ ഒരു യുവതി അടുത്ത കാലത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഉപ്പയും ഉമ്മയും അടക്കമുള്ള ആൾക്കാർ ഇവരെ കയറൂരി വിട്ടിട്ട് ഇരിക്കുകയാണ് എന്നാണ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽപ്പെട്ട ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോയി ലഭ്യമാണ്. ഏതായാലും ജസ്ന സലീം വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരണുവിട വിടാതെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാം. ഏതായാലും ഇത് കണ്ടതിന് ശേഷം ഓരോ യുവാക്കളും ദയവ് ചെയ്തിട്ട് ഹൈന്ദവനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. പോകാം വീഡിയോയിലേക്ക്. എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. പെരുന്നാളാണെങ്കിലും പെരുന്നാൾക്കൊക്കെ വലിയൊരുനാളിനൊക്കെ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഇപ്പം ചെറിയ പെരുന്നാൾ നോമ്പിൻ്റെ സമയത്താണെങ്കിലും ചിലരുടെയൊക്കെ വകയായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലെ പോലെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങളെ മറന്നുപോയതായിരിക്കാം. മേ ബി ഇനി ഏതോ എനിക്കറിയില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഒരു പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും ഒരു നബിദിനത്തിൻ്റെ സമയത്താണെങ്കിലും എല്ലാ വീട്ടിലും കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും തരാറില്ല. ഞങ്ങൾ മാത്രം ഈ ഏരിയയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ചോറും കൊണ്ട് പോകുന്ന, നമുക്ക് എൻ്റെ മോനൊക്കെ പള്ളിയിൽ പോയാൽ ഒരിക്കലും മദ്രസയിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ പള്ളിയിൽ പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ട് എൻ്റെ മകനെ ഞാൻ ഇവിടെ പള്ളിയിൽ പറഞ്ഞേക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ആയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം ഉമ്മയും ഏട്ടത്തിയൊക്കെ വിളിച്ച സമയത്ത് ഏട്ടത്തി പറഞ്ഞു അവിടെ മഞ്ഞച്ചോറും കറിയാണ്, ഉമ്മ പറഞ്ഞു നെയ്ച്ചോറും ബീഫും ആണ്. ഈ ഞങ്ങളുടെ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് വീട്ടിലോട്ട് തന്നില്ല, സ്വാഭാവികം, കുഴപ്പമില്ല. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിലാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞതിൻ്റെ അതിൽ ഭർത്താവിൻ്റെ ബ്രദറിന് പറഞ്ഞതിൻ്റെ അതിൽ കുറേ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിൽ പലരോടും ഞങ്ങളോട് മിണ്ടരുത് എന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വിലക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. എന്നോട് വിരോധം കാണിച്ചാലും 2 കൊച്ചുമക്കളോട് വിരോധം കാണിക്കരുതായിരുന്നു എന്ന് എനിക്കൊരു നമ്മളെ വിഷമം പറയാട്ടോ. അപ്പം നബിദിനത്തിനൊക്കെ എല്ലാ കുട്ടികളും റാലിയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുത്ത സമയത്തും എൻ്റെ മക്കൾക്ക് ഈ യോഗഭാഗ്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. ഒരുപാട് വിഷമമുണ്ട് അതിൽ. വിഷമിച്ചിട്ടും കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ചിത്രവര എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലിയാണ്. അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ഉസ്താദുമാര് എത്ര ആൾക്കാർ പ്രഭാഷണം നടത്തുന്നുണ്ട് യൂട്യൂബ് മുഖാന്തരം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഹലാലാണോ? അങ്ങനെ പറയല്ല കേട്ടോ, മതം പറയല്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വിഷമം ആയപ്പം ജസ്റ്റ് എനിക്ക് പങ്കുവെക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മളെടുത്തൊരു വേർതിരിവ് എന്നോടും ഒരു 2 പൈതലുങ്ങളോടും എന്തിനാണെന്നറിയില്ല. എല്ലാ വീട്ടിലേക്കും അവർ ചോറ് കൊടുക്കുന്നതാ. ഒരു പൊതി ചോറല്ലേ, ഞങ്ങൾക്കും തന്നൂടെ? ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞതിനതിൽ സലീമ ദുബായിലാണ്. പിന്നെ ചെറിയ പിള്ളേരാടോ, 16
11 വയസ്സുള്ള 2 മക്കളാണുള്ളത്. എന്നെ നോക്കണ്ട, അവർക്കെങ്കിലും വേണ്ടിയിട്ട് കൊടുക്കാമായിരുന്നു. അല്ല, ഈ നമ്മുടെ പരിസരത്ത് ഒന്ന് രണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നതാ, അല്ലെ ഈ ഏരിയയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മറ്റ് എന്താ പറയുക, മതസ്ഥരെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ പെരുമാറുകയും മറ്റ് മതസ്ഥരായിട്ട് സന്തോഷത്തോടെ പെരുമാറുകയും നബിദിനത്തിന് മുട്ടായി കൊടുക്കുന്നതും ഓണത്തിന് മാവേലി ഇതാക്കുന്നതും ഒക്കെ വേഷം കെട്ടുന്നതൊക്കെ മതസൗഹാർദ്ദമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു മതസൗഹാർദ്ദമായിട്ട് കൂട്ടിയാൽ പോരെ എൻ്റെ ഒരു ജോലിയെയും. എല്ലാ വീട്ടിലും ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാക്ക് ആക്കി കറുത്താൽ പൊതുവെ എല്ലാ വീട്ടിലേക്കും, മഹലിലുള്ള എല്ലാ വീട്ടിലേക്കും ഇറച്ചിയാണെങ്കിൽ കൊടുക്കുന്നതാണ്, അല്ലെ അരിയാണെങ്കിലും ഒക്കെ കൊടുക്കുന്നതാ. എന്നെ 2 മക്കളെയും മാത്രം മഹിളര് കാണില്ല. അപ്പൊ ഇന്ന് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രം തരാണ്ടിരുന്നപ്പോ ഒരു വിഷമം തോന്നി. ഒരു പിടി ചോറ് അത്രയല്ല, നമുക്കൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് വെക്കുന്നുണ്ടാവും. ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് ബിരിയാണി തന്നെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് പുറത്തുനിന്ന് ഈ മദ്രസയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു ഫീല്. നമുക്ക് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫീലാണത്. വലിയ പെരുന്നാളിന്, അതിൻ്റെ മുമ്പത്തെ നോമ്പിന്, പെരുന്നാളിനൊക്കെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും എല്ലാവരും സാധനങ്ങൾ കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ മാത്രം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഞങ്ങളും മനുഷ്യഗണത്തിൽ തന്നെ പെട്ടതാണ്. ഞാൻ തലേന്നൊരു തട്ട മൂരിയെന്ന് വെച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനല്ലാതെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തട്ട മൂരിയതാണ് വിഷയമെങ്കിൽ ഞാൻ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ടോ മതത്തെ കുറ്റം പറയാൻ വന്നിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ജസ്ന വളരെ സങ്കടത്തിലാണ്. കാരണം അവരുടെ വിഷമം മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം അനുഭവിച്ച് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറും അതുപോലെ തന്നെ അരിയും ഇറച്ചിയും എല്ലാം വാങ്ങിയിട്ട് കഴിച്ച ആളാണ് ജസ്ന. നമ്മുടെ നാട്ടിലെല്ലാം നിങ്ങൾക്കറിയാം, ഇപ്പോൾ പണ്ടൊക്കെ അരിയും അതുപോലെ തന്നെ ഇറച്ചിയുമായിരുന്നു നബിദിനത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി. എല്ലാ സ്ഥലത്തും